നമസ്കാരം. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ മിന്നൽ പിണർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു നിർണായക കണക്കെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് ലോകം നീങ്ങുന്നത്. സമാധാന കരാറിന് അന്തിമ സമയപരിധി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറുകയാണോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. കാരണം ഇറാനിലെ നിർണായക ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കി സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ യുദ്ധത്തിന്റെ നിഴൽ കൂടുതൽ ഇരുണ്ടതാവുകയാണ്. സമാധാന കരാറിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമ സമയപരിധി നിശ്ചയിച്ചതിന് പിന്നാലെ ഇറാനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ US തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി. ഒരു ഉടമ്പടിയിലെത്താൻ പരാജയപ്പെട്ടാൽ വലിയ രീതിയിലുള്ള സൈനിക നടപടിക്ക് കാരണമായേക്കുമെന്നുള്ള ആശങ്ക വർദ്ധിക്കുന്നതിനിടയിലാണ് US-ന്റെ ആക്രമണ പദ്ധതി ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ട്രംപിന് നൽകുന്നതിനായി സാധ്യമായ ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് US സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറാക്കുകയാണെന്നും ട്രംപ് ആക്രമണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിരവധി ഓപ്ഷനുകൾ മുന്നിലുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിസൈൽ സംവിധാനങ്ങൾക്കോ റോക്കറ്റ് ലോഞ്ചറുകൾക്കോ ഇന്ധനം നൽകുന്നത് ഉൾപ്പെടെ ഇറാനിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ലക്ഷ്യമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന പ്രധാന ഊർജ്ജ സൗകര്യങ്ങൾ ഈ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടും. സിവിലിയൻ സൈനിക പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്ന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇറാനിലെ ഊർജ്ജ ശൃംഖലയാണ് സാധ്യമായ ലക്ഷ്യങ്ങളുടെ ലിസ്റ്റിന്റെ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. ട്രംപ് ഇറാനിൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ വിസമ്മതിച്ചാൽ ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന് ട്രംപ് ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക ഓപ്ഷനുകൾ തയ്യാറാക്കുന്നതിനൊപ്പം ഈ സാഹചര്യം ചർച്ചകളിലേക്ക് നീങ്ങുമോ അതോ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്നതിൽ വ്യക്തതയുണ്ടാകാൻ വരാനിരിക്കുന്ന മണിക്കൂറുകൾ നിർണായകമായി. അമേരിക്കൻ സൈന്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗൾഫ് മേഖലയിൽ വൻ സേനാ വിന്യാസമാണ് നടത്തുന്നത്. ആണവശേഷിയുള്ള സബ്മറീനുകൾ, ദൂരപ്രഹരശേഷിയുള്ള ബോംബർ വിമാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ ഇവയെല്ലാം നിർണായക സ്ഥാനങ്ങളിലേക്ക് നീക്കപ്പെടുന്നതായി സൂചനകൾ വ്യക്തമാക്കും. ഇതൊരു സാധാരണ സൈനിക പരിശീലനമല്ല, മറിച്ച് നിർണായക ആക്രമണത്തിന് മുന്നോടിയായ തന്ത്രപരമായ വിന്യാസമാണെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. ഇതിന്റെ മറുവശത്ത് ഇറാനും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ്. രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും പ്രതിരോധ വലയം ശക്തമാക്കുകയും മിസൈൽ സംവിധാനങ്ങൾ ഉയർന്ന ജാഗ്രതയിൽ നിർത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതോടെ ആഗോള എണ്ണ വിതരണത്തെയും ഈ സംഘർഷം നേരിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ ഉയരുകയാണ്. ഇപ്പോൾ ചോദ്യം, അതൊരു തന്ത്രപരമായ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീതി ഉണർത്താനുള്ള ശ്രമമോ അതോ യഥാർത്ഥ സൈനിക ആക്രമണത്തിന്റെ തുടക്കമോ? സമയപരിധി അവസാനിക്കുന്ന നിമിഷത്തിൽ ട്രംപ് ഭരണകൂടം യഥാർത്ഥത്തിൽ ആക്രമണത്തിന് ഉത്തരവിടും. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ തിരിച്ചടി എത്രത്തോളം വ്യാപകമാകും? ഈ ഘട്ടത്തിൽ ഒരു കാര്യമാണ് വ്യക്തം, ഇത് ഇനിയൊരു മുന്നറിയിപ്പിന്റെ രാഷ്ട്രീയം മാത്രമല്ല. യുദ്ധത്തിന്റെ തീവ്രത ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ആഗോള ശക്തികളുടെ നീക്കങ്ങൾ, എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം, രാജ്യാന്തര ബന്ധങ്ങളുടെ താളം തെറ്റ് ഇവയെല്ലാം ചേർന്ന് ലോകം ഒരു വലിയ സംഘർഷത്തിന്റെ ഏറ്റവും അരികിൽ നിൽക്കുകയാണ്. ട്രംപ് വെടിയുതിർക്കുമോ അല്ലെങ്കിൽ സമാധാനത്തിന് ഒരു അവസരം കൂടി നൽകുമോ? ഉത്തരം അടുത്ത ഏതാനും മണിക്കൂറുകൾ എഴുതും. ചരിത്രം തിരുത്തിയേക്കാവുന്ന നിർണായക നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്.